എറണാകുളത്ത് നിന്ന് ബഷീർ ഫർഹദ് ചോദിക്കുന്നു, എല്ലാ സൃഷ്ടികളും ഇണകളോടുകൂടി സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ അമീബ, ചില ചെടികൾ, ചില ജീവികൾക്ക് ഇണയില്ല. ഇത് ഒരു നിരീശ്വര മതക്കാരൻ വാദിക്കുന്നു. ശാസ്ത്ര തെളിവുകൾ അയാൾ ഉദ്ധരിക്കുന്നു. മറുപടി പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ എല്ലാറ്റിനെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല ജീവികളും ഇണകളായിട്ടല്ല പ്രത്യുൽപാദനം നടത്തുന്നത്. അതുകൊണ്ട് ഖുർആൻ അബദ്ധമാണ് എന്നൊരു നിരീശ്വര മതക്കാരൻ പറയുന്നു. അതിന്റെ മറുപടി എന്താണെന്നാണ് ബഷീർ സഹോദരന്റെ ചോദ്യം. പരിശുദ്ധ ഖുർആനിൽ എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനം ഉദാഹരണം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഖുർആനിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 51-ാമത്തെ അധ്യായം സൂറത്ത് ദാരിയാത്തിൽ 49-ാമത്തെ വചനം. വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. അത് എല്ലാറ്റിനെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. അല്ലാഹുവിനാകുന്നു, അല്ലാഹു പരിശുദ്ധനാകുന്നു, അവൻ എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചവൻ. ഖുർആൻ മുഫസ്സിറുകൾ ഈ വചനത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എല്ലാം ഇണകളാണ്. എല്ലാം, അഥവാ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാം, പ്രതിഭാസങ്ങളടക്കം. രാത്രിക്ക് പകലുള്ളതുപോലെ, സുഖത്തിന് ദുഃഖമുള്ളതുപോലെ, സന്തോഷത്തിന് സന്താപമുള്ളതുപോലെ, ചൂടിന് തണുപ്പുള്ളതുപോലെ എല്ലാം ഇണകൾ എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. അതെന്തിനായി ഇണകളായി സൃഷ്ടിച്ചത്? പടച്ചവൻ മാത്രമാണ് ഏകൻ എന്ന് വെളിവാക്കുന്ന തെളിവാണത് എന്നുകൂടി. അപ്പോൾ ഇണകളായി പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രതിഭാസങ്ങളെക്കുറിച്ചുമാണ്. അതല്ലാതെ ജൈവലോകത്തെക്കുറിച്ച് മാത്രമല്ല. ഇങ്ങനെ പ്രതിഭാസങ്ങളെല്ലാം ഇണകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സംശയമൊന്നുമില്ല. ഖുർആനിലെ വചനങ്ങളിലൊന്നും, ഇണകളെക്കുറിച്ച് പറയുന്ന വചനങ്ങളിലൊന്നും അത് പ്രത്യുൽപാദനത്തിന് ഇണകളെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആനിൽ തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ഒരുപാട് ജീവികളുണ്ട്. ബാക്ടീരിയകൾ, ബൈനറി ഫിഷൻ ആണ് അതിലെ അലൈംഗിക പ്രത്യുൽപാദനം. എന്നാൽ ചിലപ്പോൾ കോൺജുഗേഷൻ എന്ന ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു തരം